നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ക്യാബേജ് മഞ്ചൂരിയൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ ഒക്കെ എല്ലാവരും ഉണ്ടാക്കാറും കഴിക്കാറും ഒക്കെ ഉണ്ടാവും. പക്ഷേ ക്യാബേജ് വെച്ചിട്ടുള്ള മഞ്ചൂരിയൻ അങ്ങനെ എല്ലാവർക്കും പരിചിതമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ കോളിഫ്ലവർ വെച്ചിട്ടുള്ള മഞ്ചൂരിയനേക്കാൾ ഒരുപാട് ഇഷ്ടമാണ് ക്യാബേജ് മഞ്ചൂരിയൻ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ക്യാബേജ് മഞ്ചൂരിയന് വേണ്ടിയിട്ടുള്ള ക്യാബേജ് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ക്യാബേജ് ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ക്യാബേജിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മെഷറിംഗ് കപ്പിൽ ഏകദേശം ഒരു 2-2.5 കപ്പോളം ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ്, അതായത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ 4 ടേബിൾ സ്പൂൺ മൈദ, 4 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ക്യാബേജ് ഗ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൽ ഒരുപാട് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ട് മിക്സ് ചെയ്യുമ്പോഴേക്കും ആ വെള്ളം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കരുത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പും മുളക് പൊടിയൊക്കെ മിക്സ് ആയിട്ട് ലാസ്റ്റ് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഈ മിക്സ് ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് വലിയ ബോൾസ് ആക്കാതെ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്കത് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെറിയ ബോൾസ് ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ഒരു പകുതി ക്യാബേജിൽ തന്നെ കുറേ ബോൾസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു ഫുൾ ക്യാബേജ് ഒന്നും എടുക്കാതെ ഒരു പകുതി ക്യാബേജ് ഒക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ കുറേ ഉണ്ടാവും. ഇപ്പം നമ്മുടെ ക്യാബേജ് ബോൾസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു പകുതി ഇച്ചിരി വലിപ്പമുള്ള ക്യാബേജ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പകുതിയിൽ നിന്ന് ഇത്രയും ബോൾസ് ഉണ്ടാക്കിയെടുത്ത് 2 പ്ലേറ്റിലുണ്ട്. ചെറിയ ബോൾസ് ആണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് നമുക്ക് ഈ രണ്ട് പ്ലേറ്റിലുള്ള ബോൾസും കൂടി ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോൾസ് ഒക്കെ ഒന്ന് സെറ്റ് ആവും. അന്നേരം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം പൊടിഞ്ഞൊന്നും പോകത്തില്ല. അതേ ഷേപ്പിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്യാബേജ് ബോൾസ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ ഇവിടെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ക്യാബേജ് ബോൾസ് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് അതിന് ശേഷം മാത്രം ബോൾസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മീഡിയം ഫ്ലെയിമിലോട്ട് കൂട്ടി വെച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ബോൾസ് ഇട്ട് കൊടുക്കുമ്പോഴേക്കും മുകൾ ഭാഗം മാത്രം കരിഞ്ഞു പോകും. എന്നിട്ട് ഉള്ളിലോട്ട് വേകാതെ വരും. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇട്ടപാടെ നമ്മൾ ഇളക്കാൻ നിൽക്കരുത്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് എണ്ണയുടെ മുകളിലേക്ക് പൊന്തി വരും. അതിനുശേഷം മാത്രം വേണമെങ്കിൽ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അതുപോലെ ഒത്തിരി നേരമൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇത് കളറൊക്കെ മാറി ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ നമ്മൾ കരിയാതെ അതിനനുസരിച്ച് നമ്മളത് എണ്ണയ്ക്കകത്ത് നിന്ന് കോരിയെടുക്കണം. ഇപ്പോൾ ഏകദേശം ഈ ബോൾസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാൻ പോവാണ്. ഇതുപോലുള്ളൊരു കോരി ഉപയോഗിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ക്യാബേജ് ബോൾസ് ആണ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ബാക്കിയുള്ള ക്യാബേജ് ബോൾസും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ വലിയ പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ ബോൾസ് ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ചെറിയ പാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ കുറച്ച് ബോൾസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത്. ഇപ്പം നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ക്യാബേജ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ചൂരിയനുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പകുതി സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ വേണ്ടത് ഗ്രീൻ കളറിലുള്ള ക്യാപ്സിക്കം ആണ്. അതും ഞാൻ പകുതി എടുത്തിട്ടുണ്ട്. അതും കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്. ഇത്ര സോസുകളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 1 ടീസ്പൂൺ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് നമ്മളെ ഗ്രേവിക്ക് തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ 1/2 കപ്പ് വെള്ളം കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മഞ്ചൂരിയൻ്റെ ഗ്രേവി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇപ്പം ഞാനൊരു വലിയ കടായി എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടാകാൻ വേണ്ടി വെച്ചേക്കുവാണ്. ഇതിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ എണ്ണ എന്ന് പറയുന്നത് നമ്മൾ ക്യാബേജ് ബോൾസ് ഇട്ട് ഫ്രൈ ചെയ്തെടുത്ത എണ്ണയില്ലേ, ആ സെയിം എണ്ണ തന്നെയാണ് ഞാൻ ഈ മഞ്ചൂരിയൻ്റെ ഗ്രേവി തയ്യാറാക്കാനും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് കളറിലുള്ള ഒരു പോർഷൻ ഉണ്ടാവില്ലേ, അത് കട്ട് ചെയ്തിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഞാൻ എന്താ കാണിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഇല്ലാതായിപ്പോയി. ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ കടകളിലൊന്നും അങ്ങനെ വരുന്നില്ല, കിട്ടാനില്ല. അതുപോലെ ഞാനിവിടെ വീട്ടിൽ വളർത്തുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, സവോളയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തണ്ടൊക്കെ നന്നായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. അതും കൃത്യസമയത്തിന് പോയി, ശ്രദ്ധിക്കാതെ ആയിട്ട് അതും കട്ട് ചെയ്ത് അതും തീർന്നു. പിന്നെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിക്കാത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണം
കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണുള്ളത്, അതുകൊണ്ട് എല്ലാം അടുത്തടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പം ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുത്തേക്കുവാണ്. പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം തന്നെ ചേർത്ത് കൊടുക്കാം, ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ സോസുകൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ആദ്യം നമുക്കിതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഉടനെ തന്നെ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം, അല്ലെങ്കിൽ അടിയിൽ സോയാ സോസൊക്കെ ഒഴിച്ച പാടെ അടിയിലേക്ക് കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇളക്കാൻ മറക്കരുത്, കാരണം ഹൈ ഫ്ലെയിമിലാണുള്ളത്. അപ്പോൾ എല്ലാ സോസും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, അതുപോലെ 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്. ഇത്രയും സോസുകളാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഉടനെ തന്നെ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് വെള്ളമുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഈ സോസ് എല്ലാം കൂടെ അടിയിലോട്ട് കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിനി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ സോസൊക്കെ കരിഞ്ഞു പിടിക്കുക മാത്രമല്ല, ഈ ബോൾസ് ഇട്ട് കഴിയുമ്പോഴേക്കും ആ സോസ് ഒന്നും ബോൾസിലേക്ക് ശരിക്കും പിടിക്കത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവറും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഈ ഗ്രേവി നല്ല തിക്കായിക്കോളും. അതിലേക്ക് നമുക്ക് എന്നിട്ട് ബോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ഇത് തിക്കാവും. അതിനു മുമ്പേ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ബോൾസ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ സോസ് ഒന്നും ബോൾസിലേക്ക് ശരിക്കും പിടിക്കത്തില്ല. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കുറച്ച് വെള്ളം കാണുന്നുണ്ടെങ്കിലും ബോൾസ് ഇട്ട് കഴിയുമ്പോഴേക്കും നല്ല ഡ്രൈ ആയിക്കോളും, ഒട്ടും വെള്ളമൊന്നും ഉണ്ടാവില്ല. ഇപ്പം തന്നെ നല്ല തിക്കായിട്ടുണ്ട് നമ്മൾ ഈ കോൺഫ്ലവർ ചേർത്തതുകൊണ്ട്. ഇനി നമുക്കിതിലേക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം. ക്യാബേജ് ബോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഉടനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് എല്ലാ ബോൾസിലും സോസ് ഒക്കെ എത്തിയെന്ന് ഉറപ്പ് വരുത്തണം. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് മിക്സ് ചെയ്തില്ലെങ്കിൽ ഈ സോസ് എല്ലാം കൂടെ പെട്ടെന്ന് തന്നെ കുറുകി വരും, കാരണം ഇപ്പം തന്നെ നന്നായിട്ട് കുറുകും കോൺഫ്ലവർ ചേർത്തതുകൊണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ക്യാബേജ് മഞ്ചൂരിയൻ തയ്യാറാക്കാനുള്ളൊരു പണി എന്ന് പറയുന്നത്. ഇനി ഫൈനലായിട്ട് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻസ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് നിറയെ ഇട്ട് കൊടുക്കുക. അന്നേരം നല്ല രസമാണ്, കാണാനും നല്ലതാണ്, അതുപോലെ ടേസ്റ്റും ഉണ്ടാവും. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ക്യാബേജ് മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വരുന്ന ഓപ്ഷനിൽ ആദ്യത്തെ ഓപ്ഷനായിട്ടുള്ള ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.